Hello, dear students. Welcome back to Prime Batch, lecture number 5. I'm Jamshir, your faculty for accounting. So, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു, നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു വന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ലെക്ചറിൽ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഇഷ്യൂ ഓഫ് ഷെയർസ് അതർ ദാൻ ക്യാഷ് പ്ലസ് സം അതർ തിയറീസ്. സോ നമ്മളിവിടെ കൺസിഡറേഷൻ ക്യാഷ് അല്ലാതെ ഒരു എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻ കേസ് ഓഫ് പർച്ചേസ് ഓഫ് അസറ്റ്. നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു. അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാണ് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, നമ്മൾ ക്യാഷിന് പകരം എന്ത് ചെയ്യുന്നോളും, ഷെയർസ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തോളാം എന്ന് പറയാണ്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാറ്റ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2 ജോയിന്റ് വെഞ്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൽ ഫസ്റ്റത്തെ ഇലിസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു. ഒരു പ്രൊജക്ട് സെയിൽ ചെയ്തിട്ട് ആ പ്രൊജക്ട് സെയിൽ ചെയ്ത എമൗണ്ട് നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രീസും കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അതെടുക്കരുത്, കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാണ്. ഞാൻ എൻ്റെ കമ്പനിക്ക് വേണ്ടി അസറ്റ് പർച്ചേസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, മെഷീനറി ആണ് പർച്ചേസ് ചെയ്യുന്നത് വിചാരിക്കുക. സോ മെഷീനറി ഞാൻ പർച്ചേസ് ചെയ്തു. മെഷീനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഞാൻ പർച്ചേസ് ചെയ്തത് മിസ്റ്റർ സിയുടെ അടുത്തെന്നാണ് വിചാരിക്കുക. മിസ്റ്റർ സി മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഞാൻ അസറ്റ് പർച്ചേസ് ചെയ്തു, അസറ്റ് കൂടി അസറ്റ് കൂടുമ്പോൾ ഞാൻ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ടാണ് മിസ്റ്റർ സിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സി എന്ന് പറയുന്നത് ലാബിലിറ്റി ആണ്. ഞാൻ ലാബിലിറ്റി കൂടുന്ന സമയത്ത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപക്കാണ് പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കാം. ജേർണൽ എൻട്രി വിൽ ബി അസറ്റ് അക്കൗണ്ട് ടു മിസ്റ്റർ സി അക്കൗണ്ട്. മിസ്റ്റർ സിനെ വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല, പകരം ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുമെന്ന് പറയാണ്. സോ മിസ്റ്റർ സിയുടെ ലാബിലിറ്റി ഇല്ലാതെയായി. കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, ക്യാഷിന് പകരം നമ്മുടെ ഷെയർ ക്യാപിറ്റൽ കൊടുക്കുകയാണ്. സോ മിസ്റ്റർ സി അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 10 lakh rupees. ഡൺ. ഇതാണ് ജേർണൽ എൻട്രി. സോ ജേർണൽ എൻട്രി എഴുതുന്ന സമയത്ത് നിങ്ങൾ നരേഷൻ മറന്നു പോകരുത്. ബീയിങ് നമ്പർ ഓഫ് ഷെയർസ് 10,000 നമ്പർ ഓഫ് എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് അത് റിലേറ്റഡ് ആയിട്ട് 1000 അല്ലെങ്കിൽ 10,000 100 വാട്ട് എവർ നമ്പർ ഓഫ് ഷെയർസ് they have been allotted. So being 10,000 number of shares allotted in consideration of purchase of an asset for the company. Okay, so ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യും. ഇത് ഏത് സിറ്റുവേഷൻ ആണ്? വെൻ അസറ്റ്സ് ആർ പർച്ചേസ്ഡ് ഫോർ അതർ ദാൻ ക്യാഷ്. രണ്ടാം സിറ്റുവേഷൻ, ഇഫ് ദ ഷെയർസ് ആർ ഇഷ്യൂഡ് ടു പ്രൊമോട്ടേഴ്സ് ഫോർ their സർവീസ് ദ ഫോളോയിങ് എൻട്രി വിൽ ബി പാസ്ഡ്. നമ്മുടെ പ്രൊമോട്ടേഴ്സിന്, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവർ ചെയ്തിട്ടുള്ള സർവീസിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുകയാണ്, അവർക്ക് നമ്മുടെ ഷെയർസ് കൊടുക്കുകയാണ്. സോ നമ്മുടെ ഷെയർസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ആ ഷെയർസിന്റെ വാല്യൂ കൂടി പോകുമല്ലോ. സോ നമ്മുടെ പ്രൊമോട്ടേഴ്സിന്, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണ്. ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി എന്തായിരിക്കും? ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്താണ്? എൻ്റെ പ്രൊമോട്ടേഴ്സിന് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 5 lakh rupees ആണ് കൊടുക്കുന്നത് വിചാരിക്കാം. സോ ദിസ് എൻട്രി വിൽ ബി പാസ്ഡ് ത്രൂ ജേർണൽ. സോ ഇതായിരിക്കും നമ്മളെ ജേർണൽ എൻട്രി വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് ടു പ്രൊമോട്ടേഴ്സ് ഫോർ ദിയർ സർവീസ്. അവരുടെ സർവീസിന് വേണ്ടി അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വിറ്റി ഷെയർസ് കൊടുക്കുകയാണ്. ഇതാണ് രണ്ടാം സിറ്റുവേഷൻ. തേർഡ് സിറ്റുവേഷൻ, ഇഫ് ദ ഷെയർസ് ആർ ഇഷ്യൂഡ് ടു ദ അണ്ടർ റൈറ്റേഴ്സ്. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ മീനിങ് ഇപ്പൊ പറഞ്ഞു പോകും. അണ്ടർ റൈറ്റേഴ്സ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമുക്ക് ലാസ്റ്റത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്, അണ്ടർ റൈറ്റിംഗ്. ഓക്കെ, എന്നാലും അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞു. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഏജൻസിയാണ്. ആ ഏജൻസീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്താണെന്ന് വെച്ചാൽ, അഥവാ നമ്മുടെ ഷെയർസ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ 1 lakh നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് ഇതുവരെയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് എത്രയാണ്? 70,000 ആണെന്ന് വിചാരിക്കാം. സോ 70,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണ്. നമുക്ക് സബ്സ്ക്രിപ്ഷന്റെ ലിമിറ്റ് ഉണ്ട്, അതിന്റെ താഴെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ്. ഈ ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് നമ്മളെ ഏജന്റ് ആയിട്ടുള്ള അണ്ടർ റൈറ്റർ വന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് 30,000 നമ്പർ ഓഫ് ഷെയർസ് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഏജൻസി സർവീസസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? അണ്ടർ റൈറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ അണ്ടർ റൈറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തു ഇങ്ങനെ ഒരു സർവീസ്. അങ്ങനെ അണ്ടർ റൈറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്താൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു ബെനിഫിറ്റ് ആണത് കമ്മീഷൻ. അണ്ടർ റൈറ്റേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ റിസ്ക് എടുക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്തു. സോ അങ്ങനെ നമ്മൾ അണ്ടർ റൈറ്റേഴ്സ് ആയിട്ടുള്ള അവർക്ക് കമ്മീഷൻ കൊടുക്കാനായി, ശരിക്കും കമ്മീഷൻ കൊടുക്കാന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇൻകം ആണോ എക്സ്പെൻസ് ആണോ?
എക്സ്പെൻസ്. സോ നമ്മൾ എക്സ്പെൻസ് ഞാൻ ക്യാഷ് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാണ്, എന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദ എൻട്രി വിൽ ബി അണ്ടർ റൈറ്റേഴ്സ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഇത് ആക്ച്വലി എങ്ങനെ വരാമെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. എന്ത് ഡ്യൂ എൻട്രി ഫോർ കമ്മീഷൻ. സോ കമ്മീഷൻ എന്ന് പറയുന്നത് എനിക്ക് എക്സ്പെൻസ് ആണല്ലോ, ഞാൻ കമ്മീഷൻ റെക്കോർഡ് ചെയ്യാണ്. കമ്മീഷൻ ഓൺ അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടി ഇതാണ് കമ്മീഷൻ അക്കൗണ്ട്. കമ്മീഷൻ എന്ന് പറയുന്നത് എന്റെ എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. സോ കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു അണ്ടർ റൈറ്റേഴ്സ്. സോ അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അണ്ടർ റൈറ്റേഴ്സ് ഏതൊക്കെ അണ്ടർ റൈറ്റേഴ്സ് ആണ് എന്റെ കയ്യിലുള്ളത്, അണ്ടർ റൈറ്റേഴ്സിന് ഞാൻ പേയ്മെന്റ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ജംഷീർ ആണെങ്കിൽ അണ്ടർ റൈറ്റേഴ്സ് എങ്കിൽ ടു ജംഷീർ അക്കൗണ്ട് കൊടുക്കും. ഇനി മിസ്റ്റർ ഷുക്കൂർ ആണെങ്കിൽ ടു മിസ്റ്റർ ഷുക്കൂർ എന്ന് പറഞ്ഞു. ആരാണ് അണ്ടർടേക്കേഴ്സ്? അത്. ഇനി HDFC ബാങ്ക് ആണെങ്കിൽ HDFC ബാങ്ക്. അതേപോലത്തെ ബാങ്ക് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും, അണ്ടർ റൈറ്റിംഗ് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യും. എനിവേ കമ്മീഷൻ ഞാൻ 10,000 രൂപ കൊടുക്കാറുണ്ടായിരുന്നു. സോ 10,000 രൂപ ഞാൻ എൻട്രി ചെയ്ത് ഡ്യൂ എൻട്രി ചെയ്ത് കമ്മീഷൻ അക്കൗണ്ട് ടു അണ്ടർ റൈറ്റേഴ്സ്. ഇത് ഞാനിപ്പോ പറയാണ് അണ്ടർ റൈറ്റേഴ്സിനോട്, അണ്ടർ റൈറ്റേഴ്സേ നിങ്ങൾക്ക് ഞാൻ ക്യാഷ് തരുന്നതിന് പകരം എന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തരാം എന്ന് പറയാണ്. അങ്ങനെ ജേണൽ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യാണ്. അണ്ടർ റൈറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ്. അണ്ടർ റൈറ്റേഴ്സിന് ഡെബിറ്റ് ചെയ്യാനുള്ള റീസൺ, നേരത്തെ നമ്മൾ കമ്മീഷൻ കൊടുക്കാനുള്ള സമയത്ത് നമ്മൾ പേബിൾ എൻട്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ലാബിലിറ്റി ക്രിയേറ്റ് ഉണ്ടായിരുന്നു. ലാബിലിറ്റി കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യണം. ഇനി നമ്മൾ ലാബിലിറ്റി എന്ത് ചെയ്യാണ്, കുറയാണ്. എങ്ങനെ കുറയുന്നത്, അണ്ടർ റൈറ്റേഴ്സിന് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൊടുക്കണം. സോ അണ്ടർ റൈറ്റേഴ്സിന്റെ ലാബിലിറ്റി കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അണ്ടർ റൈറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അണ്ടർ റൈറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 10,000. ഓക്കെ അല്ലേ? ഇതാണ് നെക്സ്റ്റ് സിറ്റുവേഷൻ. So there are 3 situations in the textbook related to issue of shares for other than cash. Okay അല്ലേ, സെറ്റ് അല്ലേ? ഇനി താഴെ, this fact should be disclosed in the balance sheet while showing issued, subscribed and paid up capital. നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോഴും നിങ്ങൾ ഇത് പറയും. എന്നാലും ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. എന്താ, നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തത് അതർ ദാൻ ക്യാഷ് ആണെങ്കിൽ ആ ഒരു ഫാക്ട് എവിടെ മെൻഷൻ ചെയ്തിരിക്കണം, നമ്മുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ ഈ കാര്യം ഡിസ്ക്ലോസ് ചെയ്യണം. എവിടെ, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോളം ഉണ്ട്, ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ അവിടെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. എന്ത്, ദീസ് ഷെയർസ് ആർ റിലേറ്റഡ് ടു അതർ ദാൻ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇലിസ്ട്രേഷൻ നമ്പർ 9. ബി ലിമിറ്റഡ് പർച്ചേസ് ദ അസെറ്റ് ഓഫ് 10,80,000 ഫ്രം സി ലിമിറ്റഡ്. സി ലിമിറ്റഡിന്റെ അടുത്ത് നിന്നും 10,80,000 രൂപ വിലയുള്ള അസെറ്റ് പർച്ചേസ് ചെയ്തു. ദ കൺസിഡറേഷൻ വാസ് പേയബിൾ ഇൻ ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 ഈച്ച്. ഈ ഫുള്ളി പെയ്ഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ, എത്രയാണ് നമ്മൾ ഫേസ് വാല്യൂ, അത് കംപ്ലീറ്റ് ആയിട്ട് പെയ്ഡ് ചെയ്തതുപോലെ ആയിട്ടാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 10 rupees ആണ് നമ്മൾ ഫേസ് വാല്യൂ എങ്കിൽ ഫുള്ളി പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, 10 rupees പേയ്മെന്റ് ചെയ്തത്, അതാണ് അതിന്റെ മീനിങ്. സോ ഇവിടെ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള 100 rupees വാല്യൂ ഉള്ള ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ദെൻ required to show the necessary journal entries in the books of B Limited assuming that such shares are issued at par, such shares are issued at premium. ഓക്കെ, സോ നമുക്ക് 2 സിറ്റുവേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഈ 10,80,000 രൂപ വിലയുള്ള ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത സമയത്തുള്ള ജേണൽ എൻട്രി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ എന്താണ് ജേണൽ എൻട്രി വരാം. ഒന്നാമത്തെ സിറ്റുവേഷൻ, സൺട്രി അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു മിസ്റ്റർ സി അക്കൗണ്ട്. അതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ജേണൽ എൻട്രി. അസറ്റ് അക്കൗണ്ട് ടു സി ലിമിറ്റഡ് നമ്മൾ നേരത്തെ അതന്നെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒന്നാമത്തെ സിറ്റുവേഷൻ ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി, ഈ ഷെയർസ് ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തതിന് പകരമായിട്ട് ക്യാഷ് ആയിട്ട് ഞാൻ എന്താണ്, ക്യാഷ് കൊടുക്കുന്നതിന് പകരം എന്താണ്, ഷെയർ ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കുകയാണ്. സോ ജേണൽ എൻട്രി വിൽ ബി മിസ്റ്റർ സി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10,80,000. അത് എപ്പോഴാണ് സിറ്റുവേഷൻ, പാറിൽ വരുന്നുണ്ടെങ്കിൽ സെയിം ജേണൽ എൻട്രി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഇനി ഇവിടെ ഒരു സിറ്റുവേഷൻ നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. സോ ജേണൽ എൻട്രി റിലേറ്റഡ് ടു ഇഷ്യൂ ഓഫ് ഷെയർസ് അതർ ദാൻ ക്യാഷ് അറ്റ് പ്രീമിയം. സോ പ്രീമിയത്തിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അസറ്റിന്റെ വാല്യൂ എത്ര, വാല്യൂ ഓഫ് അസറ്റ് is equal to 10,80,000. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം പാറിലാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ 10,80,000 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
10,800 നമ്പർ ഓഫ് ഷെയർസ് കൊടുക്കായിരുന്നു. പക്ഷെ ഇവിടെ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയത്തിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് അത് എന്ത് ചെയ്യാം, ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കാം. when shares are issued at premium of 20% ആണ് നമ്മൾ പ്രീമിയത്തിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. സോ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് ഇഷ്യൂ ചെയ്തതെന്നാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ കാൽക്കുലേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, 10,80,000 ഡിവൈഡ് ബൈ ഇഷ്യൂ പ്രൈസ്. നമ്മളൊരു ഫോർമുല പോലെ വാല്യൂ ഓഫ് അസറ്റ് ഡിവൈഡഡ് ബൈ ഇഷ്യൂ പ്രൈസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്. ഇതാണ് നമ്മുടെ ഫോർമുല. വാല്യൂ ഓഫ് അസറ്റ് എത്രയാണോ അത് നമ്മൾ ന്യൂമറേറ്ററിലിടും, ഡിനോമിനേറ്ററിൽ എത്രയാണ് ഇഷ്യൂ പ്രൈസ് അതിട്ട് നമുക്ക് എത്ര കിട്ടും, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തതെന്ന് കിട്ടും. സോ നമ്മളിവിടെ റീപ്ലേസ്മെന്റ് ചെയ്യുന്ന സമയത്ത് 10,80,000 ഡിവൈഡഡ് ബൈ 120 എത്ര വരും, 120 എവിടെ നിന്ന് കിട്ടിയേ, 100 ഫേസ് വാല്യൂ 20 പ്രീമിയം 9,000. സോ 9,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ജേണൽ എൻട്രി വിൽ ബി, ആദ്യത്തെ ജേണൽ എൻട്രി എന്താ, നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് ഇട്ടിട്ട് മിസ്റ്റർ സി അക്കൗണ്ട്. സെക്കൻഡ് ജേണൽ എൻട്രി മിസ്റ്റർ സി അക്കൗണ്ട് ഡെബിറ്റഡ്, മിസ്റ്റർ സിക്ക് ആ ഒരു പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, മിസ്റ്റർ സിക്ക് ഞാൻ കൊടുക്കേണ്ട എമൗണ്ട് എത്രയാ, 10,80,000. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കണം. സോ ഇത്രയും ലാബിലിറ്റി കുറയണം. പക്ഷേ ഷെയർ ക്യാപിറ്റലായിട്ട് പോകേണ്ട എമൗണ്ട് എത്രയായിരിക്കും, 9,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 100 റുപ്പീസ് ആണ് പെർ ഷെയറിന്റെ വാല്യൂ. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 9,000 നമ്പർ ഓഫ് ഷെയർസ്. 9,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 9 lakh. 2 securities premium 9,000 number of shares into 20 1,80,000. This will be the entry when shares are issued at premium for other than cash. ഓക്കെ, സോ നമ്മൾ ക്യാഷിനല്ലാതെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതാണ് ജേണൽ എൻട്രി ഉണ്ടാവും. സെയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ജേണൽ എൻട്രി. സോ ഇവിടെ പറയാണ് എൻട്രീസ് ഇൻ ഫോർ ഓൾ കേസസ്. എല്ലാ സിറ്റുവേഷനിലും ഈ എൻട്രി സെയിം ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. ഒന്നാം സിറ്റുവേഷനിൽ വരുന്ന സി ലിമിറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10,80,000 തന്നെ. രണ്ടാം സിറ്റുവേഷനിൽ സി ലിമിറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 9 lakh rupees ആൻഡ് പ്രീമിയം ഓൺ ഇഷ്യൂ ഷെയർസ് 1,80,000. ഇതായിരിക്കും നമുക്ക് വരുന്ന ജേണൽ എൻട്രീസ്. ഓക്കെ അല്ലേ? സോ ജേണൽ എൻട്രീസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഈ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഇത് പ്രത്യേകിച്ച് അത്ര മൈൻഡും ചെയ്യില്ല. അതിന് പ്രത്യേകിച്ച് ഇത് നമ്മൾ തലവുണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് മെനക്കെട്ടിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓൾറെഡി അറിയാം ഷെയർസ് കൂടുന്ന സമയത്ത് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ജസ്റ്റ് ആസറ്റിന് റിപ്ലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ക്യാഷിന് പകരം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ജേണൽ എൻട്രിയുടെ കൂടെ നറേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ബീയിങ് ഇഷ്യൂ ഓഫ് 9,000 നമ്പർ ഓഫ് ഷെയർസ് അറ്റ് 20% പ്രീമിയം ടു സി ലിമിറ്റഡ് ആസ് പെർ ദ ബോർഡ് റെസൊല്യൂഷൻ നമ്പർ ഡേറ്റഡ്. ഏതാണ് ബോർഡ് റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്ത് കാണിക്കണം. സോ ഇതാണ് വർക്കിംഗ് നോട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ എമൗണ്ട് ടു ബി പെയ്ഡ് അറ്റ് പാറിലാണെങ്കിൽ 10,80,000 ആയിരിക്കും. നമ്മുടെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് 10,800 ആണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. പ്രീമിയത്തിലാണെങ്കിൽ 9,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് വരുന്ന സിറ്റുവേഷൻ. സോ ഇതാണ് 2 സിറ്റുവേഷൻസും അതിന്റെ വർക്കിംഗ് നോട്ടും കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതേപോലെ നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ നമ്പർ 10. ഡി ലിമിറ്റഡ് ഇഷ്യൂഡ് 2,000 നമ്പർ ഓഫ് ഷെയർസ് of 100 each credited as fully paid to the promoters for their services. 2,000 number of shares നമ്മുടെ പ്രൊമോട്ടേഴ്സിന് 100 rupees ഈച്ച് വെച്ചിട്ട് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് issued 1,000 number of shares of 100 each credited as a fully paid to the underwriters for underwriting services. Journalize these transactions. So നമ്മൾ
പ്രൊമോട്ടേഴ്സിന് 2000 നമ്പർ ഓഫ് ഷെയർസ് കൊടുക്കുന്നുണ്ട്. അണ്ടർ റൈറ്റേഴ്സിന് കമ്മീഷന് പകരം 1000 നമ്പർ ഓഫ് ഷെയർസ് കൊടുക്കുന്നുണ്ട്. ജേണൽ എൻട്രി എന്താ പൊന്നു മക്കളെ, നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു. എന്താ പ്രൊമോട്ടേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇനി നമ്മൾ അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കുന്നതാണെങ്കിലും ആദ്യം അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കാനുള്ള കമ്മീഷന്റെ ഒരു എൻട്രി ഉണ്ടാവും. കമ്മീഷൻ അക്കൗണ്ട് ടു അണ്ടർ റൈറ്റേഴ്സ് അക്കൗണ്ട്. അതിനുശേഷം നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അണ്ടർ റൈറ്റേഴ്സ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഡൺ. ഇത്രയേ ഉള്ളൂ ജേണൽ എൻട്രി. ഗുഡ്വിൽ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. പിന്നെ ജേണൽ നരേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ്. ബീങ് ഇഷ്യൂ ഓഫ് 2000 നമ്പർ ഓഫ് ഷെയർസ് 100 ഈച്ച് അറ്റ് പാർ ടു ദ പ്രൊമോട്ടേഴ്സ് ആസ് പെർ ദർ ബോർഡ് റെസൊല്യൂഷൻ നമ്പർ 6. എത്രയാണോ ബോർഡ് റെസൊല്യൂഷൻ നമ്പർ, ആ റെസൊല്യൂഷനിൽ കാണിക്കണം. ഡേറ്റഡ് എപ്പോഴാണ് ആ ഡേറ്റ് വന്നിട്ടുള്ളത് എന്നൊക്കെ മെൻഷൻ ചെയ്യണം. 2 lakh rupees. അണ്ടർ റൈറ്റേഴ്സ് നമ്മൾ കമ്മീഷൻ റെക്കോർഡ് ചെയ്യുന്ന ജേണൽ എൻട്രി അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അക്കൗണ്ട് ടു അണ്ടർ റൈറ്റേഴ്സ് അക്കൗണ്ട് 1 lakh rupees ആൻഡ് അണ്ടർ റൈറ്റേഴ്സ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ജേണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഇഷ്യൂ ഓഫ് ഷെയർസ് അതർ ദാൻ ക്യാഷ്. ഓക്കെ, മതി. ഇനി നെക്സ്റ്റ് നമ്മുടെ പോകുന്ന ടോപ്പിക് എന്നുള്ളത് പ്രോഹിബിഷൻ ഓഫ് ഷെയർസ്, പ്രോഹിബിഷൻ ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3 സിറ്റുവേഷൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഡിസ്കൗണ്ട് പറയുന്ന സമയത്ത് തന്നെ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു ഷെയർസ് അങ്ങ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നൊക്കെ. അതിന്റെ റീസൺ ഇതാണ്. സെക്ഷൻ 53 ആസ് പെർ സെക്ഷൻ 53. സെക്ഷൻ 53 എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വേറൊരു സെക്ഷൻ ഓർമ്മ വരുന്നുണ്ട്. സെക്ഷൻ 52. എന്താണ് സെക്ഷൻ 52 എന്ന് വേഗം പോയിട്ട് തപ്പിപ്പിടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക ഏതാണ് സെക്ഷൻ 52 എന്ന്. ഓക്കെ, പ്രോഹിബിഷൻ ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. സോ ഡിസ്കൗണ്ടിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രോഹിബിഷൻ ആണ്, അങ്ങനെ പാടില്ലാത്തതാണ് എന്നാണ് പറയുന്നത്. നോക്കാം. എക്സെപ്റ്റ് സെക്ഷൻ 53 സബ്സെക്ഷൻ 1 പറയാണ് എക്സെപ്റ്റ് ആസ് പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 54 എ കമ്പനി ഷാൾ നോട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. സെക്ഷൻ 54 പറഞ്ഞ കാര്യം ഒഴികെ ബാക്കി ഒരു സിറ്റുവേഷനിലും ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഫസ്റ്റത്തെ സബ്സെക്ഷൻ. ഓക്കെ, സെക്ഷൻ 53 സബ്സെക്ഷൻ 2 എനി ഷെയർ ഇഷ്യൂഡ് ബൈ എ കമ്പനി അറ്റ് എ ഡിസ്കൗണ്ട് പ്രൈസ് ഷാൾ ബി വോയിഡ്. സോ നമ്മൾ അഥവാ ഇക്കൊരു ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വോയിഡ് ആണ്, അത് വാലിഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവൻസ് ഓഫ് ഷെയർസ് അല്ല. ഓക്കെ, സെക്ഷൻ 53 സബ്സെക്ഷൻ 2A നോട്ട്വിത്ത്സ്റ്റാൻഡിംഗ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1 and 2. മോളില് സെക്ഷൻ 1 പറഞ്ഞിട്ടുണ്ടത് സെക്ഷൻ 54 അല്ലാത്തത് നമ്മൾ ഒരിക്കലും ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. രണ്ടാമത് പറയുന്നത് അഥവാ അങ്ങനെ ഷെയർസ് ഇഷ്യൂ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് വോയിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് പറയാണ് സെക്ഷൻ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ എന്താ അതിന്റെ മീനിങ്? എന്നാലും എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1 and 2, അതായത് സബ്സെക്ഷൻ 1ലും 2ലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എന്നാലും എ കമ്പനി മേ ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. കമ്പനിക്ക് എന്ത് ചെയ്യാം, ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. ആർക്കൊക്കെ അല്ലെങ്കിൽ എപ്പോഴൊക്കെ? അറ്റ് എ ഡിസ്കൗണ്ട് ടു ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ട്രൂ ഓർ ഫോൾസ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമ്മളോട് പറഞ്ഞു ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, ഡൺ. മാത്രമല്ല നമ്മളോട് പറയുന്ന ഒരു കാര്യമാണെന്ത്, എന്നാലും സബ്സെക്ഷൻ 1ലും 2ലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും 2A പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർസ് ഡിസ്കൗണ്ടിൽ കൊടുക്കാം. സിറ്റുവേഷൻ എന്താ, ക്രെഡിറ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റിന് പകരം ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ടിൽ കൊടുക്കാം. അതാണ് ഒന്നാം സിറ്റുവേഷൻ. 2, when its debt is converted into shares in pursuance of any statutory resolution plan or debt restructuring scheme in accordance with any guidelines or directions or regulations specified by Reserve Bank of India under the Reserve Bank of India Act 1934 or Banking Regulation Act 1949. എന്നാലും ഞാൻ ഒരാൾക്ക് ക്രെഡിറ്റേഴ്സ് ആയിട്ട് ഞാൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ പൈസ കൊടുക്കാൻ എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുകയാണെന്ത്, എൻ്റെ ഈ ക്രെഡിറ്റേഴ്സിനെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്ക് വരാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്,
in pursuance of any statutory resolution plan or debt restructuring scheme in accordance with any guidance or directions or regulations specified by the Reserve Bank of India. So RBI പറഞ്ഞിട്ടുള്ള ഈ ക്രെഡിറ്റേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്ട്രക്ചർഡ് സ്കീം കൊണ്ടുവന്ന് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ആയിട്ട് നമ്മൾ അങ്ങനെയുള്ള ക്രെഡിറ്റേഴ്സിനെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നൊക്കെ റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ടിൽ കൊടുക്കാം. ഓക്കെ, വേർ any company fails to comply with the provisions of this section, the company and every officer who is in default, അതായത് സെക്ഷൻ 53 1 2 2A ഈ 3 സബ്സെക്ഷൻ അല്ലെങ്കിൽ ഈ സെക്ഷൻ 53 ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, കംപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, കമ്പനിയും അതേപോലെ തന്നെ എവറി ഓഫീസർ കമ്പനിക്കും അതിന് പെനാൽറ്റി ഉണ്ട്, അതുപോലെ തന്നെ അതിലുള്ള എല്ലാ ഓഫീസേഴ്സിനും പെനാൽറ്റി ഉണ്ട്. ഹൂ ഈസ് ഇൻ ഡിഫോൾട്ട് shall be liable to a penalty which may extend to an amount equal to the amount raised through the issue of shares at a discount or 5 lakh rupees whichever is less. അപ്പോൾ നമ്മളോട് പെനാൽറ്റി എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കൗണ്ടിൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ ഈ 10 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഒന്നെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന എമൗണ്ടിന് കണക്കായിട്ടുള്ള എമൗണ്ട് നമ്മൾ ചിലപ്പോൾ പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടി വരും, ഓർ 5 lakh rupees whichever is left, അല്ലെങ്കിൽ 5 ലക്ഷം. ഇതിൽ ഏതാണ് ഏറ്റവും കുറവ് അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിലപ്പം പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടി വരും. 10 lakh 5 lakh തമ്മിലുള്ള ഏതാണ് ഏറ്റവും ലെസ് എമൗണ്ട് വരുന്നത്? സോ 5 lakh rupees. ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് 5 lakh rupees ആയിരിക്കും കൊണ്ടുവരാം, പെനാൽറ്റി ആയിട്ട് വരാം. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല, and the company shall also liable to refund all the monies received with interest at the rate of 12% per annum. അതേപോലെ കമ്പനീസ് ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ എമൗണ്ട് തിരിച്ച് റീഫണ്ട് ചെയ്യണം. എത്ര രൂപ വെച്ചിട്ട്? വിത്ത് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 12% per annum ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ such shares to the persons to whom such shares have been issued. സോ എപ്പോഴാണോ ആ ഒരു ഡേറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു ഡിസ്കൗണ്ടിൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു ഡേറ്റ് മുതൽ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കുന്നത് വരെയുള്ള ക്യാഷ് പേയ്മെന്റ് ചെയ്യണം. ചുരുക്കി പറഞ്ഞ സെക്ഷൻ 53 പറയുന്ന കുറച്ച് പോയിന്റ്സ് ഇതൊക്കെയാണ്. എന്താ? ഒന്ന്, ഷെയർസ് കനോട്ട് ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഒന്നാമത്തത്. രണ്ടാമത്തത് സെക്ഷൻ അഥവാ നമ്മൾ സെക്ഷൻ 53 സബ്സെക്ഷൻ 2 പ്രകാരം നമ്മൾ അഥവാ ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വോയിഡ് ആണ്. പിന്നെ 2A പറയുന്നത് ഈവൻ സെക്ഷൻ 1 സബ്സെക്ഷൻ 1 2 നമുക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഷെയർസ് വേണമെങ്കിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ മാത്രം ക്രെഡിറ്റേഴ്സ് നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ്, അഥവാ ഡിഫോൾട്ടിൽ നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ അങ്ങനെ ഡിഫോൾട്ട് സെക്ഷൻ 53 നമ്മൾ കംപ്ലയൻസ് ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് അതേപോലെ തന്നെ എല്ലാ ഓഫീസേഴ്സിനും പെനാൽറ്റി ഉണ്ട്. എന്താ പെനാൽറ്റി എന്ന് പറയുന്നത് which may extend to the amount equal to the amount raised through this issue. സോ നമ്മളിപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള 10 lakh റുപ്പീസിന്റെ വാല്യൂ ഉള്ള ഷെയർസ് ആണെങ്കിൽ ആ 10 lakh റുപ്പീസിന്റെ വാല്യൂ ഉള്ള ഷെയർസ് വരെ ഉള്ളൊരു എമൗണ്ടോ അല്ലെങ്കിൽ 5 lakh rupees whichever is lower, ഈ രണ്ട് എമൗണ്ടിൽ ഏതെങ്കിലും ഒരു താഴെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. പോരാ, ആൻഡ് ദ എമൗണ്ട് which എന്താ പറയുക, the amount has been collected on issue of discounted share shall be refunded along with the 12% interest to the ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കണം വിത്ത് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 12%. ഓക്കെ, ഡൺ. എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ചില എക്സ്പെൻസസ് ഉണ്ട്. ആ എക്സ്പെൻസസ് എങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ദ കോമൺ എക്സ്പെൻസസ് അസോസിയേറ്റഡ് വിത്ത് ദ ഷെയർ ഇഷ്യൂ ആർ പ്രിന്റിംഗ് ചാർജസ് ഓഫ് പ്രോസ്പെക്ടസ്. നമ്മൾ പഴയ കാലത്ത് നമുക്ക് പ്രോസ്പെക്ടസ് ഉണ്ടായിരുന്നു. സോ പ്രോസ്പെക്ടസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ചാർജസ്, പ്രിന്റിംഗ് ചാർജസ്, പിന്നെ ബ്രോക്കറേജ് ചാർജസ്, പിന്നെ കമ്മീഷൻസ്. നമ്മൾ അണ്ടർ റൈറ്റേഴ്സിന് നേരത്തെ ഒരു കമ്മീഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. വേറെ ടൈപ്പ് ഓഫ് കമ്മീഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കുന്ന വേറെ ടൈപ്പ് ഓഫ് എന്തെങ്കിലും എക്സ്പെൻസസോ അല്ലെങ്കിൽ കമ്മീഷൻ അഗെയിൻ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. പിന്നെ എനി അതർ ലീഗൽ ചാർജസ്. ഇതൊക്കെ നമ്മൾ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന ഒരു എക്സ്പെൻസസ് ആണ്. ഈ എക്സ്പെൻസസ് ഒക്കെ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ആ സാധാരണ നമ്മൾ ഒരു എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്പെൻസ് അക്കൗണ്ട് ടു ബാങ്ക്. സോ ബാങ്ക് ത്രൂ പോയതാണെങ്കിൽ എക്സ്പെൻസ് അക്കൗണ്ട് ടു ബാങ്ക്. സോ ജനറൽ എൻട്രി വിൽ ബി എക്സ്പെൻസ് അക്കൗണ്ട്.
എന്ത് എക്സ്പെൻസ് ആണ് നമുക്ക് എന്നറിയില്ല. ഇപ്പൊ പ്രിന്റിംഗ് എക്സ്പെൻസ് ആണെങ്കിൽ പ്രിന്റിംഗ് എക്സ്പെൻസ്, ലീഗൽ ചാർജസ് ആണെങ്കിൽ ലീഗൽ ചാർജസ്. അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്, എന്റെ ബാങ്കിൽ നിന്ന് പൈസ പോയി, സോ ബാങ്കിന് എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അത് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. സോ എങ്ങനെയാണ് നമ്മുടെ ഷെയർസിന്റെ എക്സ്പെൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നെ അഗെയിൻ രണ്ടാമതൊരു പോയിന്റ് പറയാണ്, ഇനി അങ്ങനെ നമുക്കൊരു എക്സ്പെൻസസ് ഉണ്ടായിരുന്നെങ്കിൽ ആ എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റിന്റെ കൂടെ എല്ലാ വർഷവും സെറ്റ് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ അതിന് ക്ലോസ് ചെയ്യണം എന്ന് പറയാണ്. ഓക്കെ ഡൺ. അതും കൂടാതെ വേറൊരു കാര്യം, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഷെഡ്യൂൾ 3 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് പഠിക്കുന്നുണ്ട്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ട്, സ്പെസിഫിക് ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് എക്സ്പെൻസസ് ഇൻകൊക്കെ ഉണ്ട്. അതിൽ ഏത് ലിസ്റ്റിലാണ് നമുക്ക് ഈ ടൈപ്പ് ഓഫ് ഇഷ്യൂ ഓഫ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇഷ്യൂ ഓഫ് ഷെയർസ് എവിടെയാണ് കാണിക്കേണ്ടത് എന്ന് വെച്ചാൽ the statement of profit and loss, the same included under the head of other expenses. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു ഐറ്റം കാണും. ആ അതർ എക്സ്പെൻസിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് കാണിക്കേണ്ടത് എന്ന് പറയാണ്. ഓക്കെ അല്ലേ? സോ ഇതായിരിക്കും ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു expenses on issue of shares. Okay, that's all about today's lecture and all the very best. നമ്മൾ എന്ത് ചെയ്യുക, അടിച്ച് പൊളിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. നിങ്ങൾ MCQസിന്റെ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും എല്ലാം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലും കണക്ഷനിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. കുറെ ആൾക്കാർക്ക് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും കമന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട് സർക്കിളിലും മറ്റൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ ഇനി കാണാം.